കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതി ഡോക്ടർ എം.കെ. രാമന്റെ അറസ്റ്റിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരമേഖല ഐജിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. മുൻപത്തെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന നിതിൻ രാജിന്റെ കുടുംബം വ്യക്തമാക്കിയതിനെ തുടർന്ന് കേസ് അന്വേഷിക്കാൻ പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചു. പുതിയ അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം ഐജി അജിത ബീഗത്തിന് നൽകി. സംഘത്തിലുള്ള മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രൻ, ഡിവൈഎസ്പി ജീവൻ ജോർജ് എന്നിവരാണ്. നിലവിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലോൺ ആപ്പ് പീഡന കേസ് അന്വേഷിക്കുന്നത് ഡിവൈഎസ്പി ജീവൻ ജോർജ് ആണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഴയ അറസ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നും എന്നാൽ മൊത്തത്തിൽ പോലീസിനെ വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് കരുതുന്നതെന്നും ആഭ്യന്തരമന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർ M.K. രാമനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും നടത്തേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി അന്വേഷണ സംഘം തലശ്ശേരി SC ST പ്രത്യേക കോടതിയിൽ ഹർജി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി സുധീർ കല്ലൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ മുഖേനയാണ് ജഡ്ജി S. മനോജ് മുമ്പാകെ ഹർജി സമർപ്പിച്ചത്. പ്രതി മുൻപ് ഒളിവിൽ കഴിഞ്ഞത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിയുടെ വാദങ്ങൾ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിയതാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജി വ്യാഴാഴ്ച കോടതി പരിഗണിക്കും. ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് നടപടി വേണമെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും. അത് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കോടതി, സുപ്രീം കോടതി വരെ, താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ചതാണ്. പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നടപടിയെടുക്കാൻ DGPയോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. ആദ്യം മുതൽ തന്നെ ഈ കേസിനകത്ത് ഞങ്ങൾ പോലീസ് ഇരയോടൊപ്പമാണ്. ഇപ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ടീമിനെ മാറ്റണമെന്ന്. ഞങ്ങൾ ആ അന്വേഷണ ടീമിനെ മാറ്റി അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ വെക്കുകയുണ്ടായി. അപ്പോൾ ഇത് ആ സംഭവം ഉണ്ടായ ശേഷം അവരുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സംവിധാനം പൂർണ്ണമായ പരാജയമാണെന്നടക്കമുള്ള വിമർശനമാണ് കോടതി. അങ്ങനെ ഒരു സാഹചര്യം, ഒരു കേസിനകത്ത് അപാകത ഉണ്ടായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത്. പോലീസ് സേന മൊത്തം അങ്ങനെയാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ആലപ്പുഴ കേസിൽ വരട്ടെ, വെയിറ്റ് ചെയ്യ്. നിങ്ങൾ വെയിറ്റ് ചെയ്യ്, നമുക്ക് സമയമുണ്ടല്ലോ. ഒരു കാര്യം, നിയമവിരുദ്ധമായി ആരെന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ജോലി പോലീസിനില്ല. നിയമം പാലിക്കലാണ് പോലീസിൻ്റെ ചുമതല. നിയമം വിട്ട് നിയമരഹിതമായി പ്രവർത്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ ബാധ്യസ്ഥരായി വരും. സംശയം മനഃപൂർവ്വമായ ഒരു താമസം വരുത്തുന്നുണ്ടോ ഈ വിഷയത്തിൽ? അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഗവൺമെൻറ്റേതായ രീതിയുണ്ട്. ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ രീതി അനുസരിച്ചല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നടപടിക്രമം ഉള്ളതുകൊണ്ടാണോ വൈകുന്നത്?